ഞാൻ സന്ധ്യ രമേശ്. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. പേജ് നമ്പർ 74. ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും സർവഭൂതങ്ങളും പേടിച്ചരണ്ടു. അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനനും ആ അസ്ത്രങ്ങൾക്കു നടുക്ക് മറ്റു രണ്ട് അഗ്നികളെപ്പോലെ വന്നു നിന്നു. ഇത്രയുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി ഭാഗം നോക്കൂ. അവർ പറഞ്ഞു, പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും ഈയൊരസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. ഇവിടെ അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണദ്വൈപായനെയും നാരദിനെയുമാണ്. ആരോടാണ് പറയുന്നത്? അർജുനനോടും ദ്രൗണിയോടും. പല ആയുധങ്ങളും അറിയുന്ന, ശസ്ത്രമെന്ന് പറഞ്ഞാൽ ആയുധം, പല ആയുധങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാർ ആരും തന്നെ ഇങ്ങനെ ഒരു അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? മഹാനാശകാരി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന. അപ്പോൾ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഇങ്ങനെയൊരു സാഹസം ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് തയ്യാറാവുന്നത്? അർജുനൻ അവരെ കണ്ട ഉടനെ തൻ്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. സത്വരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പ്രതിസംഹരിക്കുക, പിൻവലിക്കുക അഥവാ തിരിച്ചെടുക്കുക. അർജുനൻ എന്ത് ചെയ്തു? നാരദിനെയും വ്യാസനെയും കണ്ട ഉടനെ തന്നെ തൻ്റെ അസ്ത്രത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തു. ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണം എന്ന് അപേക്ഷിച്ചു. ഭഗവാന്മാർ ഞങ്ങൾക്കും ഈ ലോകത്തിനും ഹിതം എന്ന് പറഞ്ഞാൽ യോജിച്ചത് വരുത്തുമാറാകണമെന്ന് അപേക്ഷിച്ചു. ബ്രഹ്മതേജോഭവമായ ആ അസ്ത്രത്തെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചവനല്ലാതെ പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. ഇവിടെ ബ്രഹ്മചര്യ വ്രതം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിക്കായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മാനസികവും ആത്മീയവുമായ അച്ചടക്കം. അത് അനുഷ്ഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഒരസ്ത്രത്തെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? തിരിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ചെയ്താൽ അത് അവൻ്റെയും കൂട്ടുകാരുടെയും തല തെറിപ്പിക്കും. അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിപ്പാൻ കഴിവില്ലാതെ വാശി പിടിച്ചു നിൽക്കുകയായി. ദ്രൗണിക്ക് ആ അസ്ത്രത്തെ തിരിച്ചെടുക്കാൻ കഴിവില്ലാതെ വാശി പിടിച്ച് നിന്നു. വ്യാസൻ പറഞ്ഞു, കുഞ്ഞെ, അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രമെയ്തത്. അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് അടക്കാനാണ്. അയാളത് പ്രതിസംഹരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ അർജുനനെയും കൂട്ടരെയും നീ എന്തേ കൊല്ലണമെന്ന് വിചാരിച്ചത്? ആരെയും കൊല്ലാനല്ല അർജുനൻ അസ്ത്രമെയ്തത്, പിന്നെയോ ദ്രൗണി എയ്ത ആ അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് അടക്കാനാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ള ആ അർജുനനെയും കൂട്ടരെയും നീ കൊല്ലണമെന്ന് വിചാരിക്കാനുള്ള കാരണം എന്താണ്? ഈ ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ 12 കൊല്ലം മഴ പെയ്യില്ല എന്ന് പറഞ്ഞാൽ, ഈ ബ്രഹ്മാസ്ത്രം വീണ് കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ എന്താണ് 12 വർഷം, 12 കൊല്ലം എന്ന് പറഞ്ഞാൽ 12 വർഷം, 12 വർഷം മഴ പെയ്യില്ലെന്നാണ് പറയപ്പെടുന്നത്. അർജുനൻ അതറിഞ്ഞ് പ്രതിസംഹരിച്ചു. നീയും ചെയ്യൂ, കോപമടക്കൂ. പാണ്ഡവർ നിരാമയരാവട്ടെ. നിരാമയർ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തവർ. അപ്പോൾ പാണ്ഡവരൊക്കെ ദുഃഖമില്ലാത്തവരാകട്ടെ. നീ നിൻ്റെ കോപത്തെ, അതായത് ദേഷ്യത്തെയൊക്കെ അടക്കൂ. നിൻ്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിൻ്റെ പ്രാണൻ വിട്ടുതരൂ. പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവൻ. അപ്പോൾ നിൻ്റെ ജീവൻ നിനക്ക് വിട്ടുതരണമെങ്കിൽ നീ എന്തു ചെയ്യണം? നിൻ്റെ കയ്യിലുള്ളതായ ആ ചൂടാമണി ആർക്ക് കൊടുക്കണം? പാണ്ഡവർക്ക് കൊടുക്കണം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടതൊന്നില്ല. ദ്രൗണി പറഞ്ഞു, എൻ്റെ ഈ ചൂടാമണിയുണ്ടെങ്കിൽ ശസ്ത്രവ്യാധി ശുതങ്ങളിൽ നിന്നും ദേവദാനവ നാഗരക്ഷ പ്രഭൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല. ശസ്ത്രവ്യാധി ശുതം, ശസ്ത്രം മീൻസ് എന്താണ്? ആയുധം. വ്യാധി എന്ന് പറഞ്ഞാൽ രോഗം, ശുധ എന്ന് പറഞ്ഞാൽ വിശപ്പ്. അതായത് ആയുധം, രോഗം, വിശപ്പ് എന്നിവയിൽ നിന്നും, പിന്നെയോ ദേവന്മാർ, ദാനവർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ, നാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പുകൾ, പിന്നെയോ രക്ഷ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ, പ്രഭൃതി തുടങ്ങിയവർ. അതായത് ദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, രാക്ഷസന്മാർ തുടങ്ങിയവരിൽ നിന്നും ഒന്നും എനിക്ക് ഭയപ്പെടേണ്ടതില്ല. അതെനിക്ക് ഉപേക്ഷിപ്പാൻ മനസ്സില്ല. എൻ്റെ കയ്യിലുള്ള ആ ചൂടാമണി എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണത് സാധിക്കുകയില്ല എന്ന് പറയുന്നത്? കാരണം
എന്തിൽ നിന്നൊക്കെ? ആയുധം, രോഗം, വിശപ്പ്, ദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, രാക്ഷസന്മാർ എന്നിവരിൽ നിന്നൊക്കെ ആരെയും, അതായത് ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ, അതായത് ആരെയും ഭയപ്പെടാതിരിക്കണമെങ്കിൽ ദ്രൗണിക്ക് എന്താവശ്യമാണ്? ആ ചൂടാമണി ആവശ്യമാണ്. എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ഇതാ മണി. എന്നാൽ എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം. അത് പ്രയോഗിച്ചത് വെറുതെയായിക്കൂടാ. എനിക്കത് പ്രതിസംഹരിക്കാൻ വയ്യ. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്കു തിരിക്കാം. ഭഗവാൻ പറഞ്ഞത് ചെയ്തില്ലെന്നു വേണ്ട. എന്നാൽ അസ്ത്രം പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ എന്നും താനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാമെന്നും പറഞ്ഞ് അശ്വത്ഥമാവ് അപ്രകാരം തന്നെ ചെയ്തു. വ്യാസൻ പറഞ്ഞു, അങ്ങനെയാവട്ടെ, നീ അതിനപ്പുറമൊന്നും വിചാരിക്കരുത്. ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഹൃഷീകേശൻ ഹർഷം പൂണ്ട് ആ പാപിയോട് പറഞ്ഞു, അർജുനൻ്റെ പുത്രവധുവായ ഉത്തരപ്പെട്ടുണ്ടാകുന്ന പരീക്ഷിത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ഹൃഷീകേശൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ, ഹർഷം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം. ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ശ്രീകൃഷ്ണൻ വളരെയേറെ സന്തോഷം പൂണ്ട് ആ പാപിയോട് പറഞ്ഞു. പാപി എന്ന് പറഞ്ഞാൽ ഇവിടെ ദ്രൗണിയെയാണ് പറഞ്ഞിരിക്കുന്നത്. അർജുനൻ്റെ പുത്രവധു, അർജുനൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ആരാണ്? അഭിമന്യു. അപ്പോൾ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര പ്രസവിച്ചുണ്ടാകുന്ന പരീക്ഷിത്ത് എന്ത് ചെയ്യും? പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ദ്രൗണി ശുണ്ഠി എടുത്തു. ശുണ്ഠി എന്ന് പറഞ്ഞാൽ ദേഷ്യം. അതുണ്ടാവില്ല, നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്. എൻ്റെ വാക്കു മറിച്ചാവില്ല. ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിലേശുക തന്നെ ചെയ്യും. ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിൽ ചെന്ന് ചേരുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതേണ്ട. അപ്പോൾ നീ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാ? ശ്രീകൃഷ്ണനെ. അപ്പോൾ നീ ആ ഗർഭത്തിലുള്ള കുട്ടിയെ രക്ഷിക്കാമെന്നൊന്നും നീ കരുതണ്ട. പേജ് നമ്പർ 75. ഭഗവാൻ പറഞ്ഞു, ആ പരമാസ്ത്രം വീണാൽ വെറുതെയാവില്ല തന്നെ. എന്നാൽ ആ ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടും. ചാപിള്ള എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ വെച്ചു തന്നെ ചത്തുപോയ കുട്ടി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ആ ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടുക തന്നെ ചെയ്യും. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ വളരെ നാൾ ജീവിക്കുക തന്നെ ചെയ്യും. നീ കാപുരുഷനും പലപ്പോഴും പാപം ചെയ്തവനും ബാലജീവിത ഹാദിയുമാണെന്ന് ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ദ്രൗണിയെ കൃഷ്ണൻ പറയുകയാണ്, നീ കാപുരുഷൻ. കാപുരുഷൻ എന്ന് പറഞ്ഞാൽ പൗരുഷമില്ലാത്തവൻ. നീ പൗരുഷമില്ലാത്തവനാണെന്നും പലപ്പോഴും പാപം ചെയ്തവനാണെന്നും ബാലജീവിത ഹാദി, ഹാദി എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവൻ, കൊല്ലുന്നവനാണെന്നുമൊക്കെ ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ അതിൻ്റെ ഫലം നേടുക. നീ 3000 ആണ്ടുകാലം എങ്ങുമേതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. 3000 ആണ്ട്, അതായത് 3000 വർഷം ആരും അറിയപ്പെടാതെ നീ ഈ ഭൂമിയിൽ തന്നെ നടക്കും. നിസ്സഹായനായി, നിസ്സഹായൻ എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കാനില്ലാത്തവൻ, വിജനപ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ജനവാസമില്ലാത്ത സ്ഥലം. അപ്പോൾ ജനങ്ങളൊന്നുമില്ലാത്ത സ്ഥലത്ത് ആരുടെയും സഹായം കിട്ടാതെ നീ ഇങ്ങനെ തെണ്ടി നടക്കും. പാപാത്മൻ, സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടും കാടുകളിൽ തെണ്ടിയലയും. പാപം ചെയ്തവനായ നീ എല്ലാവിധത്തിലുള്ള രോഗങ്ങളും പിടിപെട്ട് ചോരയും ചലവും നാറി കൊടും കാടുകളിലൊക്കെ തെണ്ടിയലയും. പരീക്ഷിത്താകട്ടെ ആയുസ് നേടി ബ്രഹ്മചര്യമനുഷ്ഠിച്ച് കൃപാചാര്യരിൽ നിന്ന് സർവ്വാസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ് ക്ഷത്രിയധർമ്മത്തിലിരുന്ന് 60 ആണ്ട് ഭൂമി വാഴും. ഈ ചാപിള്ളയായ ആ പരീക്ഷത്തിന് ദീർഘായുസ് ലഭിക്കുകയും അങ്ങനെ ആയുസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ബ്രഹ്മചര്യമനുഷ്ഠിച്ച് കൃപാചാര്യയിൽ നിന്നും സർവ്വാസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ് ക്ഷത്രിയധർമ്മം അനുസരിച്ച് തന്നെ 60 വർഷം ഭൂമി വാഴുകയും ചെയ്യും. ഇവർക്കു ശേഷം മഹാബാഹുവായ പരീക്ഷിത്ത്, ദുർബുദ്ധെ, നീ മിഴിച്ചു നിൽക്കെ കുരു രാജാവായി വരും. മഹാബാഹു എന്ന് പറഞ്ഞാൽ മഹാരാജാവ് എന്നാണ് അർത്ഥം. മഹാരാജാവാകുന്ന പരീക്ഷിത്ത്, ദുർബുദ്ധെ, ദുർബുദ്ധിയായവനെ, നീ നോക്കി നിൽക്കേ തന്നെ കുരു രാജാവായി വരും. ഞാൻ അവനെ ജീവിപ്പിക്കും. എൻ്റെ തപസ്സിൻ്റെയും സത്യത്തിൻ്റെയും വീര്യം. നരാധമ, നീ കണ്ടുകൊള്ളുക. നരാധമൻ എന്ന് പറഞ്ഞാൽ നീചൻ, നീചനായ നീ ഇതൊക്കെ കണ്ടുകൊള്ളുക.
വ്യാസനും പറഞ്ഞു, നീ ഞങ്ങളെ അനാദരിച്ച് ആ കടുപ്പം ചെയ്തതുകൊണ്ടും ബ്രാഹ്മണനായിട്ടും നിന്റെ നടപടി ഇതായതുകൊണ്ടും ദേവകീപുത്രൻ പറഞ്ഞ ഉത്തമവാക്യം തീർച്ചയായും ഫലിക്കും. വ്യാസൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാ? നേരത്തെ നമ്മൾ പഠിച്ചു കൃഷ്ണദ്വൈപായനൻ എന്ന്. കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ. വ്യാസൻ എന്താണ് പറയുന്നത്? നീ ഞങ്ങളെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്തതുകൊണ്ടും ബ്രാഹ്മണനായിട്ടും നിന്റെ നടപടി ഇതൊക്കെ ആയതുകൊണ്ട് ദേവകീപുത്രൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതായ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഫലിക്കുക തന്നെ ചെയ്യും. ദ്രൗണി പറഞ്ഞു, ബ്രഹ്മൻ അവിടത്തോടുകൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ. അപ്പോൾ ഞാനും മനുഷ്യനായി തന്നെ ഇരിക്കട്ടെ. ഭഗവാൻ പുരുഷോത്തമൻ സത്യവാക്കായിക്കൊള്ളട്ടെ. ഇവിടെ ഭഗവാൻ പുരുഷോത്തമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ സത്യമാകട്ടെ. അയാൾ പാണ്ഡവർക്ക് ചൂടാമണി കൊടുത്തു. മനം കെട്ട് അവരെല്ലാം നോക്കി നിൽക്കെ കാടുകയറി. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ ദ്രൗണി കാടുകയറുകയും ചെയ്തു. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെ പറ്റിയും പറയാമെങ്കിൽ അത് അശ്വത്ഥാമാവിനെ പറ്റിയാണ്. അപ്പോൾ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ആ വാക്കിന് ശരിക്കും ആരെ പറയുന്നത്? അശ്വത്ഥാമാവിനെയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനുമാണ്. ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 7 പേരാണുള്ളത്. അതായത് അശ്വത്ഥാമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യൻ, പരശുരാമൻ. ഇത്രയും പേരെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സപ്ത ചിരഞ്ജീവികളെന്ന് അറിയപ്പെടുന്നത്. ആ ചിരഞ്ജീവികളിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ ആരാണ്? അശ്വത്ഥാമാവാണ്. ശപിക്കപ്പെട്ടവൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരു തന്നെയാണ്? അശ്വത്ഥാമാവ്. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ടു ചോരയും ചലവും നാറി ഭൂമിയിലെ വിജനപ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടിയലയുന്ന അഥവാ ഭഗവാൻ കൃഷ്ണദ്വൈപായനോടൊപ്പം സർവ്വമനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? 1000 ആണ്ടുകളായി, അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായി സർവ്വവ്യാധികളും എല്ലാവിധത്തിലുള്ള രോഗങ്ങളും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജനപ്രദേശങ്ങൾ, അതായത് ആൾക്കാരൊന്നുമില്ലാത്ത സ്ഥലങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടിയലയുന്ന അഥവാ ഭഗവാൻ കൃഷ്ണദ്വൈപായനോടൊപ്പം, കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്നത് വ്യാസഭഗവാൻ, വ്യാസനോടൊപ്പം സർവ്വമനുഷ്യരിലും എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ എന്ന് പറഞ്ഞാൽ ദ്രൗണി അഥവാ അശ്വത്ഥാമാവ് ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷ മത്സരങ്ങൾ, അതായത് വിദ്വേഷവും മാത്സര്യവുമെല്ലാം ആഘാത പ്രത്യാഘാത രൂപേണ, ആഘാതങ്ങളെന്ന് പറഞ്ഞാൽ വീഴ്ചയും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമെല്ലാം വളർന്നു കൊടിയ എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധങ്ങളായി പരിണമിച്ചു മാറി തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി ഈട്ടം കൂടുക, വർദ്ധിക്കുക, അതായത് പ്രതികാരം വർദ്ധിക്കുക. തനിക്കുള്ള അനർഘം വിലമതിക്കാനാവാത്ത ആ രത്നം പോയാലും എതിരാളിക്ക് മൂലോച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന വാശിയായി വേരുറയ്ക്കുന്ന ആ പക. മൂലോച്ഛേദം വരുത്തുക എന്ന് പറഞ്ഞാൽ വേരോടെ നശിപ്പിക്കുക. അപ്പോൾ തൻ്റെ കയ്യിലുള്ള ആ വിലമതിക്കാനാവാത്ത ചൂടാമണി പോയാലും എതിരാളിക്ക് നാശം വരുത്തിയേ നിൽക്കൂ എന്ന വാശിയായി വേരുറയ്ക്കുന്ന ആ പക എന്ന് പറയുന്ന മനുഷ്യശാപം, അതിൻ്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈ ചെകുത്താൻ. ഇവിടെ മനുഷ്യശാപത്തിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? അശ്വത്ഥാമാവിനെയാണ്. അതായത് പകയുടെ പ്രതീകമായ അശ്വത്ഥാമാവ് എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നു. അപ്പോൾ ഏത് സമയത്തും എല്ലാ തരത്തിലുള്ള നാശം വരുത്താനും തക്ക ശേഷിയുള്ള പകയാണ് അശ്വത്ഥാമാവെന്നും മാരാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മനുഷ്യശാപത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന ചെകുത്താൻ ആരാണ്? അശ്വത്ഥാമാവ്. അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചതിന് അർത്ഥം.
താക്കീത് എന്ന് പറഞ്ഞാൽ ശാസനാരൂപത്തിലുള്ള മുന്നറിയിപ്പ്. അപ്പോൾ ഈ പക എന്ന് പറയുന്ന ഈ ചെകുത്താൻ എവിടെയായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ കരുതിയിരിക്കുക. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവി എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്നവൻ, സർവ്വവ്യാപി എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നവൻ എന്നൊക്കെ കൽപ്പിച്ചതിനർത്ഥം. ശ്രീയെ എന്ന പോലെ, ശ്രീ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യത്തിൻ്റെ ദേവത അഥവാ ഐശ്വര്യ ദേവത. ജ്യേഷ്ഠയെയും, ജ്യേഷ്ഠ ദൗർഭാഗ്യത്തിൻ്റെ ദേവത. അപ്പോൾ രണ്ടുപേരെയും ഭഗവതിയായി കണ്ട ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരം. വ്യാസനെ എന്ന പോലെ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല. നിരർത്ഥകം മീനിങ് പ്രയോജനമില്ലാത്തത്.